മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നതാണ്. മരണസംഖ്യ 130 എത്തിയെന്ന ഒരു സങ്കടകരമായ കാര്യമാണ്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ച് 116 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നാണ്. ഇപ്പോൾ മരണസംഖ്യ ഔദ്യോഗികമായി 130 എത്തിയിരിക്കുന്നു. അരുൺ, എവിടെയാണ് കൂടുതലായി മൃതദേഹങ്ങൾ ഉള്ളത്? ഇപ്പോൾ ഏറ്റവും പുതുതായി കണക്ക് സ്ഥിരീകരിക്കപ്പെട്ട എവിടെ നിന്നാണ്? ഇത് ഈ മേഖലയിൽ തന്നെയാണ്, അതായത് മുണ്ടക്കൈയും ഈ ചൂരൽ മേഖലയിൽ ഉൾപ്പെടെ ഉള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ നിലമ്പൂർ മേഖലയിലേത് 57 ഇന്ന് തിരച്ചിൽ പൂർത്തിയായപ്പോൾ 57 നിർത്തിയതാണ്. ഇനി നാളെ തിരച്ചിൽ ഇതാക്കിയാലേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ മരണസംഖ്യ കൂടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആശങ്ക ഉണ്ട് എന്നുള്ള സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ ആണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ട അത്തരത്തിലുള്ള മുൻകാല സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഈ പോത്തുകൽ മേഖലയിലൂടെ ഈ മൃതദേഹമൊക്കെ ഒലിച്ചെത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുന്ന ഉടലുകൾ പോലും ഈ ശരീരം വേർപെട്ടിരിക്കുന്ന നിലയിലൊക്കെ മൃതദേഹം എത്തിയതായിരുന്നു. ഈ പോത്തുകൽ മേഖലയിലെ ആളുകളൊക്കെ വിറങ്ങലിച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു രക്ഷാദൗത്യം ഇനിയിപ്പോൾ തിരച്ചിലും നാളെയും പുരോഗമിക്കേണ്ടതുണ്ട്. 130 എത്തുന്നു. മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. മുണ്ടക്കൈ മേഖലയിലേക്ക് നമുക്ക് ഇന്ന് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് രക്ഷാദൗത്യം തുടക്കത്തിലെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് മുണ്ടക്കൈയിൽ സംഭവിക്കുന്നത് എന്ന ഒരു ചോദ്യമായിരുന്നു രാവിലെ മണിക്കൂറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മരണസംഖ്യ ഉയരും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയരുന്നു എന്നൊരു ആശങ്കാജനകമായ സ്ഥിതി അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രാവിലെയും ഈ മുണ്ടക്കൈ മേഖലയിലൊക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ടുണ്ടാകുമെന്നാണ് ഈ ദൗത്യ സംഘത്തിന്റെ ഒക്കെ ഒരു വിലയിരുത്തൽ. രാവിലെ തന്നെ പൂർണ്ണമായ ഏകോപനത്തോടെ രക്ഷാദൗത്യങ്ങൾ തുടങ്ങാനാണ്. ഒപ്പം തന്നെ ഈ ആശുപത്രികളിലൊക്കെ മൃതദേഹം തിരിച്ചറിയാനായി ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതാണ് നിലവിലെ സാഹചര്യം. ശരി, മരണസംഖ്യ 130 എന്ന വിവരമാണ് ഔദ്യോഗികമായി പുറത്തറിയുന്നത്. ഇപ്പോൾ 116 പേരുടെ 135 മരണസംഖ്യ 135 എന്നതാണ്. വീണ്ടും ഉയരുകയാണ്. ഇത് വല്ലാതെ ആശങ്കയുണ്ടാക്കുന്ന വിവരമാണ്.